ഈസാ നബി അലിഹിസ്സലാമിൻ്റെ മാതാവ് മറിയം ബീവിയുടെ വീടിന് മുകളിൽ സ്ഥാപിച്ച ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ദേവാലയം നിർമ്മിച്ചത് ക്രിസ്തുവർഷം 1140 കുരിശുയുദ്ധക്കാരാണ്. ഈ ഒരു വീട് മറിയം ബീവിയുടെ ചെറിയ കുട്ടിയാകുമ്പോൾ, അതായത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഈ കുഞ്ഞിനെ സമർപ്പിക്കുന്നതിന് മുൻപുള്ള കാലയളവിൽ പിതാവായ ഇമ്രാൻ്റെയും ഉമ്മ ഹന്നയുടെയും കൂടെ മറിയം ബീവി ജീവിച്ചിരുന്ന ഒരു വീടാണത്. പലസ്തീനിലാണ് ഈ വീടുണ്ടായിരുന്നത്. ഈ വീടിന് മുകളിലാണ് 1140 കുരിശുയുദ്ധക്കാരും ഒരു ചർച്ച് പണിതു. മറിയം ബീവിയുടെ ഈ വീടിനെയൊക്കെ ക്രിസ്തുവർഷം 6ാം നൂറ്റാണ്ടിൽ ഈ പലസ്തീൻ കീഴടക്കിയ മുസ്ലിം ഭരണകൂടം വളരെ പവിത്രതയോടെയും ആദരവോടെയും കൂടിയിട്ടാണ് കണ്ടിരുന്നത്. അവരതൊക്കെ സംരക്ഷിച്ച് നിർത്തിയിരുന്നു. അങ്ങനെ ഈ ഒരു വീടിന് മുകളിൽ ആ വീടിനൊരു കേടുപാടും വരാത്ത രീതിയിൽ ഒരു വലിയ ചർച്ച് പണിതു. വളരെ മനോഹരമായൊരു ചർച്ചാണ്. ആ ചർച്ചിന് പ്രത്യേക ജനലുകളോ ഇതൊന്നും ഇല്ല. അതിനുള്ളിൽ കാണുന്നൊരു ചിത്രം മറിയം ബീവിയുടെയും അവരുടെ ഉമ്മ ഹന്നയുടെയും ഒരു പ്രതിമയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ കുട്ടിക്കാലത്ത് ചിത്രങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ഭൂമിക്കടിയിലുള്ള മറിയം ബീവിയുടെ വീടിന് മുകളിൽ പണിതിട്ടുള്ള ഈ ഒരു ചർച്ച് 1140 കുരിശുയുദ്ധക്കാർ പണിതതാണ്. പിന്നീട് ഓട്ടോമൻ സാമ്രാജ്യം ഈ കുരിശുയുദ്ധക്കാരെ തോൽപ്പിച്ചപ്പോൾ ഈ ഒരു ചർച്ച അവർ ഏറ്റെടുത്തു. അന്ന് കുരിശുയുദ്ധക്കാർ മുഴുവനാണ് ഉപേക്ഷിച്ചു പോയി. ഈ സ്ഥലങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ ഈ പള്ളിയെ ഒരു കേടുപാടും വരുത്താതെ ഒരു മുസ്ലിം മതപാഠശാലയാക്കിയിട്ടാണ് കൊണ്ടുപോയിരുന്നത്. അന്നത്തെ തുർക്കി ഭരണകൂടം ഇതൊരു ഖുർആൻ മദ്രസ കിതാബുകൾ പഠിപ്പിക്കുന്ന ഒരു മതപാഠശാലയാക്കി കൊണ്ടുപോയി. പിന്നീട് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഫ്രഞ്ച് ഭരണകൂടത്തിന് ഈ ഒരു പള്ളി കൈമാറിയിരുന്നു. അവരാണ് വീണ്ടും ഇതിനെ ഒരു ചർച്ചാക്കി പുനഃസ്ഥാപിച്ചത്. ഇന്നും പലസ്തീനിൽ പോയാൽ ഈ ഒരു ചർച്ച് കാണാം. മനോഹരമായൊരു ചർച്ചാണ്. ക്രിസ്തു മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ഏറെ ആദരവോടുകൂടി കാണുന്ന ഒന്നാണ് മറിയം ബീവി. അവർ യേശുവിൻ്റെ അമ്മയായിട്ട് കാണുന്നു. മുസ്ലിം മതവിശ്വാസികൾ ഈസാ നബിയുടെ മാതാവായിട്ട് കാണുന്നു. ഈ ചരിത്ര സ്ഥലങ്ങളൊക്കെ നേരിൽ കണ്ട ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ.